നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ ഭരണകൂടം തകർന്നിരിക്കുന്നു. ജനങ്ങളെ തെരുവിലിറക്കി വിപ്ലവത്തിന് പ്രേരിപ്പിക്കണമെന്ന് നെതന്യാഹു. ജനങ്ങളെ വെടിയുണ്ടകൾക്ക് മുന്നിലേക്ക് തള്ളിവിടാൻ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്നാണ് ട്രംപിന്റെ ചോദ്യം. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഇസ്രയേൽ നീക്കങ്ങൾക്ക് തടയിടുകയാണ് ഡൊണാൾഡ് ട്രംപ് ഒരു വശത്ത്. മറുവശത്ത് ഇറാൻ അതിർത്തിയിൽ 7000-ലധികം അമേരിക്കൻ സൈനികർ. ഒരു വശത്ത് ചർച്ച, മറുവശത്ത് യുദ്ധഭീതി. ദ്വിമുഖതന്ത്രമാണ് ട്രംപ് പുറത്തെടുത്തിരിക്കുന്നത്. അതിനിടയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ആശയഭിന്നത. ഇറാനിൽ ജനകീയ വിപ്ലവം ഇളക്കിവിടാനുള്ള ശ്രമമാണ് ഇസ്രയേലും മൊസാദുമൊക്കെ ചേർന്ന് ആസൂത്രണം ചെയ്തത്. എന്നാൽ അതിനുള്ള സമയവും സാഹചര്യവുമായില്ല എന്ന് അമേരിക്ക ഉറപ്പിക്കുന്നു. ഇറാനുമായുള്ള സമാധാന കരാർ ഏറെക്കുറെ പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഇറാനുമായി ചർച്ചകൾ നടക്കുന്നതിനിടയിലായിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് നേർക്കൊരു മിന്നൽ ആക്രമണത്തിലൂടെ യുദ്ധം തുടങ്ങിയത്. ട്രംപിന്റെ എതിർപ്പുകൾ മറികടന്ന് ഇക്കഴിഞ്ഞ ദിവസം നെതന്യാഹു ഇറാൻ ജനതയോട് തെരുവിലിറങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മറുവശത്ത് ട്രംപ് സമാധാന കരാറിനുള്ള ശ്രമം തുടരുന്നത് ആത്മാർത്ഥമായല്ല എന്ന് ഇറാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ ഊർജ്ജ പ്ലാന്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയത്. ഇന്നിതാ അതിശക്തമായ ആക്രമണത്തിലേക്ക് ഇറാൻ തിരിച്ചതോടെ ഇസ്രയേൽ ഒരു കാര്യം ഉറപ്പിച്ചു: ഇറാനെ ചാമ്പലാക്കുമെന്ന പ്രതിജ്ഞയോടെ ഇസ്രയേൽ ഇപ്പോൾ അതിശക്തമായ യുദ്ധം ആരംഭിക്കുന്നു. ഇറാന്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ തകർക്കാനാണ് നെതന്യാഹു തന്റെ സൈന്യത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ടെല്ലവീവിലെ ഭൂഗർഭ ബങ്കറിൽ ചേർന്ന യോഗത്തിൽ അമേരിക്കയുടെ സമാധാന നീക്കങ്ങൾ ഇസ്രയേലിന് തിരിച്ചടിയാകുമെന്ന ഭീതിയും നെതന്യാഹുവിൽ ശക്തമാണ്. ഇറാന്റെ മിസൈൽ ശേഖരം പൂർണ്ണമായി നശിപ്പിക്കുക, ആണവശേഷി ഇല്ലാതാക്കുക, നിലവിലെ ഭരണകൂടം താഴെയിറങ്ങുക, ഈ 3 ലക്ഷ്യങ്ങൾ മുന്നിട്ടായിരുന്നു ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചത്. ഈ 3 ലക്ഷ്യങ്ങൾ നേടിയാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാവൂ എന്ന് ഇസ്രയേൽ ശഠിക്കുന്നു. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ട്രംപ് നെതന്യാഹുവിനോട് സൂചിപ്പിച്ചു. 2000 പാരാട്രൂപ്പർമാരോട് കൂടി പശ്ചിമേഷ്യയിലേക്ക് നീങ്ങാൻ ട്രംപ് ഉത്തരവിട്ടു. ആണവ നിർവ്യാപനം സംബന്ധിച്ച് നേരത്തെ ഇറാനുമായി ചർച്ചകൾ തുടരുമ്പോൾ അമേരിക്കയിൽ നിന്ന് 3 വിമാനവാഹിനി കപ്പലുകളായിരുന്നു അന്ന് പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചത്. ആ വിമാനവാഹിനി കപ്പലുകൾ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങിയപ്പോൾ ഒരു യുദ്ധ സാഹചര്യം യുദ്ധവിദഗ്ധർ മണത്തിരുന്നു. സമാനമായ സാഹചര്യമാണ് കാർഗ് ദ്വീപ് ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ നീക്കങ്ങൾ. ട്രംപ് മുന്നോട്ട് വെച്ച 15-ന് സമാധാന കരാർ ഇറാൻ തള്ളിയതോടെ 7000 പേരടങ്ങുന്ന വൻ കരസേനയെ ഇറാൻ അതിർത്തിയിൽ വിന്യസിക്കാനൊരുങ്ങുകയാണ് ട്രംപ്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുന്ന ഏതു നിമിഷവും പൂർണ്ണതോതിലുള്ള കരയാക്രമണത്തിലേക്ക് അമേരിക്ക കടക്കുമെന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു. 82ാം എയർബോൺ ഡിവിഷനിലെ 2000 പാരാട്രൂപ്പർമാർക്കും നിലവിൽ മേഖലയിലുള്ള 4500 മറീനുകൾക്കും പുറമെ കൂടുതൽ സൈനികരെ കൂടി മേഖലയിലേക്ക് എത്തിക്കുകയാണ് അമേരിക്ക. കൃത്യതയോടെ ഒരു അധിനിവേശ സേനയെ അമേരിക്ക സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു. ഒരു കൈ ചർച്ചയ്ക്കായി നീട്ടുമ്പോൾ മറുകൈ കൊണ്ട് അതിശക്തമായി ആക്രമിക്കാനുള്ള ഇരുതല മൂർച്ചയുള്ള തന്ത്രമാണ് ട്രംപ് പുറത്തെടുത്തിരിക്കുന്നത്. അമേരിക്കൻ നീക്കങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയാണ് സൗദി അറേബ്യ. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപിനോട് ആവർത്തിച്ച് പറയുന്നത് ഒരേ ഒരു ലക്ഷ്യം: ഇറാനിൽ നമ്മൾ തുടങ്ങിവെച്ചത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അമേരിക്ക മടങ്ങാവൂ. ഇല്ലെങ്കിൽ മേഖലയിൽ എന്നും ഇറാൻ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്കൊരു ഭീഷണിയായി നിലകൊള്ളും. സമാന നിലപാട് തന്നെ UAE കൈക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ സമാധാന നിർദ്ദേശങ്ങൾക്ക് മുൻപിൽ അപ്രായോഗിക ആവശ്യങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചത് ട്രംപിനെ ചുടിപ്പിച്ചു. ഗൾഫിലെ എല്ലാ US സൈനിക കേന്ദ്രങ്ങളും ഉടൻ അടച്ചുപൂട്ടണമെന്ന ഇറാന്റെ നിർദ്ദേശമാണ് ട്രംപിനെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം അനാവശ്യ ആവശ്യങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ ഉയർത്തി ലോകത്തിന് മുന്നിൽ എന്തിന് നാണം കെടുന്നു എന്നതാണ് സൗദി അറേബ്യയുടെ ചോദ്യം. അമേരിക്ക സമാധാന ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ മറുവശത്ത് തങ്ങൾ ലക്ഷ്യം കണ്ടേ അടങ്ങൂ എന്ന വാശിയിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരുന്ന ഇസ്രയേൽ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് മാത്രമല്ല ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുന്നു. സമാധാന ചർച്ചകളിലേക്ക് അമേരിക്കയെ കൂട്ടിക്കൊണ്ടുവരാൻ കൂടുതൽ യുദ്ധസമ്മർദ്ദമാണ് ഇറാൻ പയറ്റുന്നത്. അതിന്റെ ഭാഗമായി ഇസ്രയേലിന് നേർക്ക് ഇപ്പോൾ ശക്തമായ ആക്രമണം തുടരുന്നു. ആക്രമണത്തിന്റെ ഇടവേളകളിൽ 14 മണിക്കൂർ നീണ്ട ശാന്തത. എന്നാൽ അതിനുശേഷം ഇറാൻ മധ്യ ഇസ്രയേലിലേക്ക് ഇപ്പോൾ തുടരെ മിസൈലുകൾ അയക്കുന്നു. മധ്യ ഇസ്രയേലിലേക്ക് ഇറാൻ തൊടുത്ത മിസൈലുകളിൽ ക്ലസ്റ്റർ വാർഹെഡുകളും
ക്ലസ്റ്റർ ബോംബ്, വാർഹെഡിൽ നിന്നുള്ള സബ്മൂണുകൾ, മറ്റവശിഷ്ടങ്ങൾ എന്നിവ മേഖലയിൽ വലിയ നാശനഷ്ടമുണ്ടാക്കുന്നു. ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുന്ന ഇറാനെ അതേ നാണയത്തിൽ മാരകമായി തിരിച്ചടിക്കുകയാണ് മറുവശത്ത് ഇസ്രായേൽ. തുടർച്ചയായി മധ്യ ഇസ്രായേലിലും ജെറുസലേം പ്രദേശത്തുമൊക്കെ സൈറണുകൾ മുഴങ്ങുന്നു. മധ്യ ഇസ്രായേലിലെ സൈനിക ആസ്ഥാനത്തേക്ക് ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ മാത്രമല്ല ഹിസ്ബുള്ളയും മിസൈൽ ആക്രമണം നടത്തി എന്നവകാശപ്പെട്ടു. ഇതിനിടയിൽ കൂടുതൽ ആശങ്കയുളവാക്കുന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഇറാന്റെ ആക്രമണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി റഷ്യ കൂടുതൽ ഡ്രോണുകൾ ഇറാന് വിതരണം ചെയ്തു എന്ന വാർത്തയാണത്. ഈ മാസം മുതൽ നേരത്തെയുള്ള കരാർ പ്രകാരം ഇറാനിലേക്ക് ഡ്രോണുകൾ വിതരണം ചെയ്യുകയാണ് റഷ്യ. ഘട്ടം ഘട്ടമായുള്ള കയറ്റുമതി പൂർത്തിയാക്കുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചു. റഷ്യ ഇറാനിലേക്ക് ഭക്ഷണവും മരുന്നും അയക്കുന്നുണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ. എന്നാൽ അവയ്ക്കൊപ്പം ഡ്രോണുകളുടെ വലിയ കണ്ടെയ്നറുകളും കയറ്റി അയക്കുന്നു. ക്രെംലിൻ വലിയ സഹായമാണ് ഇപ്പോൾ ഇറാന് നൽകുന്നത്. ഇന്ത്യൻസ് പിന്തുണയും ഉപഗ്രഹ ചിത്രങ്ങളുമൊക്കെ ഇറാന് കൈമാറുന്നു. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം മോസ്കോയിൽ നിന്ന് ടെഹ്റാനിലേക്കുള്ള ആദ്യ ആയുധ കയറ്റുമതിയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ. 2023 മുതൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിനായി ഇറാനിൽ രൂപകൽപ്പന ചെയ്ത ഡ്രോണുകൾ നിർമ്മിച്ചു വരുന്നു. റഷ്യയിൽ നിന്ന് ഇറാനിലേക്കുള്ള ഈ കയറ്റുമതി ടെഹ്റാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുമെന്നാണ് ഇറാൻ കണക്കുകൂട്ടുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ സൈനിക നീക്കങ്ങളെ തടസ്സപ്പെടുത്താൻ കാസ്പിയൻ കടലിലെ ഇറാനിയൻ ലക്ഷ്യകേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്നു. മറുവശത്ത് ചർച്ചകളിൽ നിന്ന് മാറി കരയാക്രമണത്തിലേക്ക് അമേരിക്ക തിരിയുന്നു എന്ന് മനസ്സിലാക്കിയ ഇറാൻ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകി. നിങ്ങളുടെ കുട്ടികളെ നരകത്തിലേക്ക് അയക്കരുത് എന്നാണ് US-നോടും ഇസ്രയേലിനോടും ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നിരാകരിച്ചു. ടെഹ്റാൻ നിലവിൽ സംഭാഷണത്തെക്കാൾ പ്രതിരോധത്തിലാണ് ശ്രദ്ധിക്കുന്നത് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ഏതൊരു ചർച്ചയും ഇറാന്റെ തോൽവിയുടെ സമ്മതമായി മാറുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ ഇറാൻ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ അതിവേഗ നീക്കങ്ങളാണ് അമേരിക്കൻ സൈന്യത്തിലെ അതിവേഗ പ്രതികരണ വിഭാഗമായ 82ാം എയർബോൺ ഡിവിഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ മിഡിൽ ഈസ്റ്റിലേക്ക് നിയോഗിച്ചതിന് തൊട്ടുപിന്നാലെ ഡിവിഷൻ കമാൻഡർ മേജർ ജനറൽ ബ്രാൻഡൻ ടേക്മെറ്ററുടെ നേതൃത്വത്തിലുള്ള 1000-ഓളം സൈനികർ ആ മേഖലയിലേക്ക് നീങ്ങുന്നു. പാരച്യൂട്ട് വഴി ഇറക്കി മിന്നൽ ആക്രമണം നടത്തുന്നതിൽ വൈദഗ്ധ്യം നേടിയവരാണിവർ. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ എപ്പോൾ പൊളിയുന്നുവോ അപ്പോൾ ആക്രമണം നടത്തുമെന്ന് അമേരിക്ക സൂചിപ്പിച്ചു. സൈന്യത്തിലെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫോഴ്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു ബറ്റാലിയൻ സൈനികരും ഡിവിഷൻ സ്റ്റാഫുമാണ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. 18 മണിക്കൂറിനുള്ളിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തും എത്തിച്ചേരാൻ ശേഷിയുള്ളവരാണിവർ. 2020-ൽ ഇറാൻ ഖുദ്സ് ഫോഴ്സ് തലവൻ കാസിം സുലൈമാനിയുടെ വധത്തിന് പിന്നാലെയുണ്ടായ സംഘർഷാവസ്ഥയാണ് ഇതിനു മുൻപ് ഇത്തരത്തിൽ 82ാം എയർബോൺ ഡിവിഷനെ കൂട്ടമായി മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത്. കരയുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കുമ്പോൾ ഒപ്പം ഇസ്രയേൽ ഉണ്ടാകുമെന്ന് വ്യക്തം. ഇവിടെയാണ് വ്യക്തതയോടെ ഇപ്പോൾ തങ്ങളുടെ നയതന്ത്ര തീരുമാനത്തിലെത്തിയ സൗദിയുടെയും UAEയുടെയും ഒക്കെ കട്ട നിലപാട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം മൂർച്ഛിക്കുമ്പോൾ ഇറാൻ ഒരിക്കലും കരുതിയില്ല യുദ്ധമുന്നണിയിലേക്ക് ഇവരുടെ പരിപൂർണ പങ്കാളിത്തം. സൗദിയെ ലക്ഷ്യമിട്ട് അതിശക്തമായ ആക്രമണങ്ങൾ തങ്ങൾ നടത്തും എന്ന് ഇറാൻ ഭയപ്പെടുത്തുമ്പോഴും മറുവശത്ത് സൗദി അമേരിക്കയോട് പറയുന്നത് ഒന്ന് മാത്രം: തീർത്തെ മടങ്ങാവൂ ഇറാനെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.